എന്ത് മറന്നെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ, അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. വളരെ മാന്യമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങളിപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഈ ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കണം. തല്ലി തീർക്കാൻ പറ്റില്ല. ജീവിച്ച് തീർക്കണം, മനസമാധാനത്തോടെ തീർക്കണം. അദ്ദേഹത്തിനും എനിക്കും മനസമാധാനം തരുന്ന ഒന്നാണ് ഞങ്ങളെടുത്ത തീരുമാനമെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതല്ലേ. ഇനി ആരും ഇത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ഇന്റർവ്യൂകളിലും ചോദിക്കരുത്, ഞാൻ പറയില്ല. സാരിയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സാരി ഞങ്ങൾക്ക് എൻജോയ് ഇന്ന് ഈ ഡ്രസ് ഇട്ടോണ്ട് വരുമ്പോ ചേച്ചിക്ക് ഒരു കമന്റ് കിട്ടി. ശരത് സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരത്തേട്ടാ, അറിയാതെ ഈ മാമാവിന്റെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞു പോയി. ശരത്തേട്ടൻ ഇതാണ് പറഞ്ഞത്, കൊള്ളാം, നല്ല ഡ്രസ്സ്, നിങ്ങൾക്കില്ലാത്തത് ഈ ഡ്രസ്സിനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഡീസൻസി, വൃത്തികെട്ട. ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഷൂട്ടിംഗ് സെറ്റിൽ പ്രസവിക്കണോ അതോ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പ്രസവിക്കണോ എന്ന് ചോദിച്ചിട്ടാണ് അത് നിർത്തിയത്. ചാടി ഇറങ്ങി പോകും ചേച്ചി, ആ കസേരന്നൊക്കെ ഇറങ്ങി പോകും, പുറത്തേക്കൊക്കെ പോകും. എന്റെ ചില ചിരിച്ചിട്ട് ശ്വാസം കിട്ടില്ല. കാരണം എന്റെ ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡാ. ഇതിപ്പോ 3 ആഴ്ചയായല്ലേ ചേച്ചി വാശിയാതായി. നിങ്ങളുടെ വിളി കേട്ട് ഞാൻ വന്ന എനിക്ക് ചളി ഇന്റർവ്യൂ ആണെന്ന് ചേച്ചി പറഞ്ഞില്ലേ, അപ്പൊ ചളി പറയണ്ടേ? എനിക്ക് അവിടെയും ചളി ഇവിടെയും ചളി, നസീർക്ക, പിഷു, എല്ലാരും ചളി. ഇപ്പൊ പിഷു ഉണ്ടായിരുന്നു പറഞ്ഞേ നിങ്ങളുടെ തലയിലും ചളി എന്ന് പറഞ്ഞാലേ. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചത് പറയുന്നു, പക്ഷെ പറഞ്ഞില്ല. സാബു എപ്പോഴും പറയും, ഈ പെണ്ണുപിള്ള തോന്നുന്ന സമയത്ത് തോന്നുന്നവർക്ക് തോന്നുന്ന പൈസക്ക് പോയി ചെയ്യുന്ന ആളാണെന്ന് പറയും. തോന്നുന്ന പൈസക്കല്ല കേട്ടോ, പൈസ ഞാൻ ചോദിച്ചു പിടിക്കാറുണ്ട്. സാബു തെറ്റുപറ്റി. ചേച്ചി, ചേച്ചിക്ക് ഒത്തിരി പേരുണ്ട്. മഞ്ചാടി, അതെ, മഞ്ജുക്കുട്ടി, ഇനി മഞ്ജിമേണ്ട. ഇല്ല മഞ്ജിമേന്നില്ല, പക്ഷെ പാറൂന്നുണ്ട്. പാർവതി. പാർവതി നന്നായിട്ട് വിക്കിപീഡിയ നോക്കിയിരിക്കുന്നു. അതോ എന്റെ ഇന്റർവ്യൂ ആണ് എന്താ? ഇത് ബേസിക് റിസർച്ച് എന്ന് പറയും, പക്ഷെ ഇന്ന് റിസർച്ച് അല്ല ചേച്ചി, ഇന്ന് റിസർച്ച് ഇല്ല. ഞാൻ ആദ്യമേ രജനീഷിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു രജനീഷ് കുറേ നാളുകളായിട്ടല്ലേ വരൂ ചേച്ചി, വരൂ ഓഫീസിലേക്ക്, വരൂ. അപ്പോൾ ഒക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുക. സത്യം പറയാൻ മടിയായതുകൊണ്ടാണ്. സത്യം പറയാൻ മടിയാണല്ല, സത്യങ്ങൾ ആൾക്കാർ എടുക്കാത്തതുകൊണ്ടാണ്. കള്ളം മാത്രമേ എടുക്കോളൂ. വിവാദങ്ങൾ വിവാദങ്ങൾ മാത്രമേ ആൾക്കാർ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് എനിക്ക്, എല്ലാവരും അല്ല കേട്ടോ, കുറെ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ മാക്സിമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു സൈഡിൽ ഒതുങ്ങി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രൊഫഷനും എൻ്റെ മകളും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ വെറുതെ ഇങ്ങനെ കൊടുത്തിട്ട് എന്തിനാ, ആർക്കും കൊടുക്കാറില്ല, ഒരാൾക്ക് മാത്രമല്ല ആർക്കും കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് ചേച്ചി എനിക്ക് തരാൻ തീരുമാനിച്ചത്? ഞാൻ സോപ്പിട്ടതുകൊണ്ടാണ്. അല്ല ആക്ച്വലി കുറച്ച് ആൾക്കാർ വളരെ ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചില ഇന്റർവ്യൂസിൽ. അതെ, കുറച്ച് ആൾക്കാരിൽ ഒരാൾ, വളരെ കുറച്ച് ആൾക്കാരിൽ ഒരാൾ വളരെ ജെന്യുവൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ രജനീഷിന്റെ അടുത്ത് പറഞ്ഞ ഓർമ്മയുണ്ട്, രജനീഷ് ഞാൻ എന്തെങ്കിലും രണ്ടാമതൊരു ഇന്റർവ്യൂ, കാരണം കുറച്ച് നാള് എൻ്റെ കുറേ ഇന്റർവ്യൂസ് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നു, തരികയാണെങ്കിൽ രജനീഷിന് ആദ്യം തരാം എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, പെൺകുട്ടി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോന്ന് പറയാ, വൈകുന്നേരം കാരണം വരെ വീട്ടിലേക്ക് അയക്കും. എന്നെ കാണാനല്ല, ഇതാണ് ആള്, കാരണവരാണ്. ഇത് കാപ്പി. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ പെണ്ണിനെ? ഇഷ്ടപ്പെട്ടു. കാരണന്മാരെ ഞാൻ വൈകുന്നേരം വീട്ടിലോട്ട് വിടാം കേട്ടോ, ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഓക്കെ, ശരി. പെണ്ണിന്റെ പേര് ചോദിച്ചില്ല. സുജ. ആഹാ, സുജ, നല്ല പേര്. ഓക്കെ. അല്ല, ഇതും പെണ്ണ് തന്നെയല്ലേ? ആണല്ലോ. ഈ നിന്നതും ആണാണോ? ഞാൻ ആണിന്റെ സ്വഭാവമുള്ള ഒരു പെണ്ണ്. ടെറർ. പക്ഷെ ചേച്ചി കോമഡി പരിപാടികൾ ചെയ്ത് ആളുകൾ ഈ ടെറർ സ്വഭാവം വിട്ടു ചേച്ചിയുടെ. ചേച്ചിക്ക് ടെററാണെന്ന് ചേച്ചിയെ കുറിച്ച് അറിയില്ല ആർക്കും. ചേച്ചി ശരിക്കും ടെററാണ്. ശരിക്കും ഞാൻ ആവശ്യങ്ങളിൽ ടെററാവും, അല്ലാത്തപ്പോൾ പാവമാവും. ശരി ചേച്ചി, താങ്ക് യു. ഇപ്പൊ മഞ്ജു ചേച്ചി എല്ലാവരും ചേച്ചി എന്ന് വിളിക്കും. കുഞ്ചാക്കോ ഓവനും മഞ്ജു ചേച്ചി ഒരേ പ്രായം. ചാക്കോച്ചൻ ഇപ്പൊ എന്നെ വിളിക്കുന്ന എടി മഞ്ജു എന്നാ. ആരെവിടെ നിന്നാലും ചാക്കോച്ചൻ എടി മഞ്ജു വിളിച്ചിട്ട് ആവശ്യമില്ലെങ്കിൽ വിളിക്കും, ഇടി മഞ്ജു 10 പ്രാവശ്യം വിളിക്കും.
അങ്ങനെ ഇങ്ങനെ സത്യം തുറന്നു പറഞ്ഞ ഇതേപോലെ ഇരിക്കും. പിന്നെ അല്ല, അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ചാക്കോച്ചെന്ന് മാത്രമല്ല, എല്ലാവർക്കും എൻ്റെ അടുത്ത് ഒരു മേ ബി ഒരു സീനിയർ ആയിട്ട് വന്നത് കൊണ്ടുള്ള ഒരു റെസ്പെക്ട് എന്നുള്ള രീതിയില്, അതെ, അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളുമാണ്. ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിലൊക്കെ യൂണിറ്റിലും ഒക്കെ നിൽക്കുന്ന നമ്മളെക്കാട്ടിലും ഞാൻ അണ്ണാന്നായിരിക്കും വിളിക്കുന്ന, ചേട്ടാന്നായിരിക്കും അവര് തിരിച്ചു വിളിക്കുന്ന ചേച്ചി. അങ്ങനെ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി വരെ ഓക്കെ, ആന്റി വിളി കേൾക്കുമ്പോൾ നമ്മളെക്കാട്ടിലും ഒരു 5 വയസ്സിന് എളുപ്പമുള്ള ആൾക്കാർ വന്ന് ആന്റി എന്ന് വിളിക്കും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ പ്രായം കുറയ്ക്കാനാണോ എന്റെ പ്രായം കൂട്ടാനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പൊ ഞാൻ ലോക്ക് ചെയ്യും, എന്ത് മാമി എന്ന് ചോദിക്കും. പിന്നെ ഈ സ്ലാങ് ഉണ്ടല്ലോ, സ്ലാങ് ചില സ്ഥലത്ത് സ്കിറ്റിലൊക്കെ ചേച്ചി ഉപയോഗിക്കുന്ന, ചില ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന സ്ലാങ് ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരം സ്ലാങ്ങിന് ചേച്ചിക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഈ ട്രിവാൻഡ്രവും കോട്ടയം എനിക്ക് ഈസി ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചേച്ചിയും കൽപ്പന ചേച്ചിയും കൂടെ മനോരമയ്ക്ക് വേണ്ടിയിട്ട് പണ്ട് ചെയ്ത സ്കിറ്റ് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ കണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കൽപ്പന ചേച്ചി ചെയ്തേക്കുന്ന ഒരു ആൺ ക്യാരക്ടറാണ്, ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ഒരാളായിട്ട്. അത് എനിക്ക് തോന്നുന്നു സിദ്ദിഖ് സാറിന്റെ പ്രോഗ്രാമല്ലേ. ഇത് പുളുവൻ കുട്ടൻ പിള്ള മാമനല്ലേ? പുളുവൻ എന്ന് പറയുന്ന മക്കൾ അങ്ങ് വീട്ടിൽ വെച്ചിരുന്നത് ആങ്കർ ചെയ്തിരുന്നു സിദ്ദിഖ് സാർ. പഴയ ഒരു സ്കിറ്റാണ്. ഇനിയും മഞ്ജുവും കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇരുന്നിട്ട് പറഞ്ഞു തന്നാണ്, മക്കളെ ഇങ്ങനെ നീ ചോദിച്ചാൽ മതി ഇന്ന കാര്യങ്ങൾ, ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളാണ്, അങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു കോമഡി ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ലേഡിയാണ് കൽപ്പന ചേച്ചി എന്ന് പറയുന്നത്. കൽപ്പന ചേച്ചി വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഇപ്പോൾ ഉർവശി ചേച്ചിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും കൽപ്പന ചേച്ചിയെ കുറിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മൾ വിട്ടുപോകാറുണ്ട്. അല്ല, മിൻചേച്ചി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് മിൻചേച്ചി പറഞ്ഞിട്ടുണ്ട്, മക്കളെ എൻ്റെ പണ്ട് കേട്ടോ, എൻ്റെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇവിടെ കോമഡി ആരുമില്ല മക്കളെ, അപ്പം നീ അതിലേക്ക് തിരിയണം, നിനക്ക് വഴങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് മിൻചേച്ചിയാണ് ശരിക്കും. അങ്ങനെയാണ് വീട്ടിലേക്ക് തമാശയിലേക്ക് ഞാനൊന്ന് കാൽ വെച്ചത്. ആക്ച്വലി എൻ്റെ ഹ്യൂമർ മിനി സ്ക്രീനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഗോപിനാഥ് സാർ ഡയറക്റ്റ് ചെയ്തിരുന്ന ഒരു ചെറിയൊരു, ഞാനും സിദ്ദിഖിക്കയുമായിരുന്നു അതിൽ ചെയ്തിരുന്നത്. അത് ചെറിയൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു, ഓണത്തിന് ഇറങ്ങിയ ഇൻസ്റ്റന്റ് ഓണം എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. അതിൽ നിന്ന് ആണ് അടുത്തത് ഞാനും ജഗദീഷ് ഏട്ടനും ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ അത് സ്റ്റാർട്ട് ചെയ്തത്. അത് ആക്ച്വലി കുറച്ച് വർഷങ്ങൾ പോയി, കല്യാണം കഴിഞ്ഞു, പ്രഗ്നൻ്റ് ആയി ഒരു 8 മാസം വരെ ഞാൻ ആ വർക്ക് ചെയ്ത്. ഒരു ദിവസം ഞാൻ നിലത്തിങ്ങനെ ഇരുന്നിട്ട് ചാടി എഴുന്നേറ്റ് സ്റ്റെപ്പ് ഓടി കയറുന്ന ഒരു ഷോട്ട് കണ്ടിട്ട് എന്നെ ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഷൂട്ടിംഗ് സെറ്റിൽ പ്രസവിക്കണോ അതോ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പ്രസവിക്കണമെന്ന് ചോദിച്ചിട്ടാണ് അത് നിർത്തിയത്. എഗെയിൻ ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറച്ച് വണ്ണമൊക്കെ വെച്ചപ്പോൾ ഞാൻ രാവിലെ വൈകുന്നേരം നടക്കാൻ പോകുന്നൊരു സ്വഭാവം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത് പഠിക്കുക, അപ്പം തണുക്കും, അതങ്ങ് ശീലമായി. പക്ഷേ ചൂട് കാപ്പിയാണ് ചേച്ചിക്ക് വേണ്ടതെന്നാണ് പറഞ്ഞത്. ചൂട് കാപ്പി ഊതി കുടിക്കാനാണ് കുപ്പിന് ഏറ്റവും ഇഷ്ടം. പക്ഷെ മഞ്ജുപിള്ളയ്ക്ക് അത് ഇഷ്ടമല്ല. എന്നിട്ടേ ആ സമയത്ത് ഗോപി സാറ് ചോദിച്ചു നമുക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ അത് സ്റ്റാർട്ട് ചെയ്തതും അത് പിന്നെയും റൺ ചെയ്ത് പോയത്. വിശ്വനാഥനും സുലോചനയും ഈ പ്രേംകുമാർ സാറുമായിട്ട് നമ്മൾ ദൂരദർശനിൽ വരുന്ന അതുണ്ട്. അത് തത്തമ്മയെ പൂച്ച വെരി ഫസ്റ്റ് അതിലെനിക്ക് കോമഡി ഒന്നും അറിയില്ല. അതൊരു ഹ്യൂമറസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഞാൻ കോമഡി ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയില്ല അതിനകത്ത് എന്താണ് ആക്ടിംഗ് എന്ന് പഠിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആക്ടിങ് അറിഞ്ഞൂടാത്ത സമയത്ത് ഞാൻ പോയി ചെയ്തതാണ്. പ്രേമേട്ടൻ സൂര്യ കൃഷ്ണമൂർത്തിയിലെ മൂർത്തി സാറ്, അദ്ദേഹത്തിൻ്റെ മൂർത്തി സാറിൻ്റെ സ്ത്രീ പർവം എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് നടക്കുന്ന സമയത്ത് പ്രേമേട്ടൻ വന്ന് കണ്ടിട്ടാണ് എന്നെ ചൂസ് ചെയ്യിപ്പിക്കുന്നത്. അത് അടിപൊളി ചേച്ചി. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് മറ്റേ പറന്നു പോകുന്ന ആളാണ്, ചിരിച്ചു പറക്കുന്ന ഒരാളുണ്ട്, വവ്വാൽ. അതെന്താ വെച്ചാല് അടുത്തിരിക്കുന്ന ആളെയും വലിച്ചിടും. അത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോ പിടിച്ച് തള്ളിക്കളയും. അപ്പൊ സംക്രാന്തിയൊക്കെ കരുതിയിരിക്കാന്നുള്ളതാണ് എപ്പോഴാണ് പറയുന്നത്. ഇപ്പൊ പിന്നെ അവരുമായിട്ടങ്ങ് അവരായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, അവരുമായിട്ടാണല്ലോ അത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അവര് വേറെ ചില തിരക്കുകളായിട്ട് പോയെങ്കിലും അവരുമായിട്ട് അങ്ങ് ജെല്ലായിട്ടേ ഒരു ഫാമിലി പോലെ, ഇപ്പോഴും ഫാമിലിയാണ്, പക്ഷെ ഒരു ഫാമിലി പോലെ അങ്ങ് ആയിട്ട് എന്തും ചെയ്യാന്നുള്ള ഇതിലായിട്ട് ഇപ്പൊ പിന്നെ എനിക്ക്
ഇങ്ങനെ വരുമ്പോഴും അയ്യോ ഇവരെന്ത് വിചാരിക്കുന്നുള്ളൊരു ഇത് വരുമല്ലോ. പിഷു ഇപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്ത് ബിബിയെ ഞാൻ തല്ലാറുണ്ട്, ഇപ്പുറത്ത് നസീർക്കായിരിക്കും. പക്ഷെ ചാടി ഇറങ്ങി പോവും ചേച്ചി, ആ കസേരന്നൊക്കെ ഇറങ്ങി പോവും, പുറത്തേക്കൊക്കെ പോവും. എന്റെ ചില ചിരിച്ചിട്ട് ശ്വാസം കിട്ടില്ല. കാരണം എന്റെ ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡാ. ഞാൻ ലൗഡായിട്ട് ചിരിക്കുള്ളൂ, അത് പലർക്കും ഇഷ്ടമല്ല. പക്ഷെ ചേച്ചി അവിടെ നിൽക്കുന്നവർക്ക് അത് അനുഗ്രഹമാണ് ചേച്ചി. അവര് പറയും അവർക്ക് അവാർഡാണത്. അവർക്ക് അവാർഡിനപ്പുറത്തേക്ക് അവർ പലപ്പോഴും പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്, ചേച്ചിയുടെ ചിരി അല്ലെങ്കിൽ ആരാണെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ ചിരി കേൾക്കുമ്പോഴാണ് സ്റ്റേജിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക്, അത് നമുക്കാണെങ്കിലും അതെ, റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മളും തളർന്നു പോകും, എത്ര കളിച്ച് കയറ്റിയിട്ടും കാര്യമില്ല. അപ്പോൾ ഒരു ചിരി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനുള്ള ഇത് കൂടും. പല ആർട്ടിസ്റ്റുകളും കണ്ടസ്റ്റൻസും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്ന് ശബ്ദമില്ലാതെ ചിരിക്കുമ്പോൾ ചേച്ചി ഉറക്കെ ചിരിക്കുമോ, ചേച്ചി ഉറക്കെ ചിരിക്കുമോ. ഞാൻ ഉറക്കെ ചിരിക്കുന്നത് എനിക്ക് ഉണ്ടാക്കി ചിരിക്കാൻ അറിയില്ല, പക്ഷെ അത് ചിരിച്ചു പോകുന്നതാ. ഞാൻ നോർമലി അങ്ങനെയാണ്, അനുഗ്രഹമാണ്. പക്ഷെ പല ആൾക്കാർക്കും ഈ പറയുന്ന പോലെ ശരിയായിരിക്കാം, ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ പല പല മെസ്സേജുകൾ ഈ തള്ളയുടെ ചിരി കാരണം ഒന്നും കേൾക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഞാൻ പിന്നെ അവരുടെ ചെലവിലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചിരിക്കും. പക്ഷെ അതൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ ചേച്ചി. പക്ഷെ അതിൽ കൂടുതലും ഉണ്ടല്ലോ ആർട്ടിസ്റ്റുകൾക്ക് ചേച്ചിയുടെ ചിരി കൊടുക്കുന്ന ഊർജ്ജമാണ് ഞാനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളിൽ കൊള്ളുന്നത്. എന്നാൽ ചേച്ചി ചിരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം, ഓ ഓക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നമുക്ക് എല്ലാവരും രക്ഷപ്പെട്ട് കാണാനാണ്. ചെറിയൊരു കാര്യം മതി ഞാൻ ചിരിക്കും. പക്ഷെ അതാണ് നല്ലത് ചേച്ചി. കരച്ചിൽ ഞാൻ പിന്നെയും കൺട്രോൾ ചെയ്യും, ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് പലപ്പോഴും എനിക്ക് എൻ്റെ അതേ വൈബിലുള്ള കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് എനിക്ക്, അവരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അട്ടഹാസം. ഞങ്ങൾ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ചോദിക്കുന്നത് റൂമുണ്ടോന്നാ. കാരണം ഞങ്ങൾ കൂടിയ ചിരിയാ, അപ്പം റൂമുണ്ടെങ്കിൽ അറിയില്ലല്ലോ, ഞങ്ങൾ ചോദിക്കും. അങ്ങനെ റൂമുള്ള ഹോട്ടലിൽ നോക്കിയാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാ. ചേച്ചി വന്ന് സംസാരിച്ചിരിക്കുകയാണ്, നമുക്ക് ഇച്ചിരി നേരം ഇരുന്ന് സംസാരിക്കാം. ചേച്ചി അത് കുടിക്കും. ഞാനേ ചൂടാ. ചേച്ചി മുടിയൊക്കെ സെറ്റ് ചെയ്യാതെ ഭയങ്കര കൂളായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അല്ല ഇതെന്താ സംഭവം, ഇന്നലെ എനിക്ക് ഷൂട്ടിന് ഞാൻ സെറ്റ് ചെയ്തതാ. അപ്പോ ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നല്ലോ, രാത്രി ഞാൻ വാഷ് ചെയ്യില്ല, അതിരാവിലെ ഞാൻ തല വാഷ് ചെയ്യില്ല. ഒരു വെയിൽ ഉദിച്ചിട്ട് ഞാൻ വാഷ് ചെയ്യാറുള്ളൂ ആക്ച്വലി. പക്ഷെ വാഷ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല. ബിക്കോസ് എനിക്ക് ഈ നീരുവീഴ്ച എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സൈനസ് ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് 5 മണിക്ക് ശേഷവും 8 മണിക്ക് മുൻപും തല വാഷ് ചെയ്യരുത് തണുത്ത്. പക്ഷെ എനിക്ക് സഹി ഇട്ടിട്ട് ചിലപ്പോൾ വാഷ് ചെയ്യാറുണ്ട്, പക്ഷെ ഇന്നലെ ഞാൻ ചെയ്തില്ല, അതാണ് ചുരുണ്ടിരിക്കുന്നത്. ഇതിപ്പോ 3 ആഴ്ചയായല്ലേ വാഷ് ചെയ്യാതായിട്ട്. നിങ്ങളുടെ വിളി കേട്ട് ഞാൻ വന്ന എനിക്ക് ഇന്റർവ്യൂ ആണെന്ന് ചേച്ചി പറഞ്ഞില്ലേ, അപ്പൊ ചളി പറയണ്ടേ? എനിക്ക് അവിടെയും ചളി ഇവിടെയും ചളി, നസീർക്ക വിഷു എല്ലാരും ചളി, ഇവിടെയും ചളി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇപ്പൊ വിഷു ഉണ്ടായിരുന്നെ പറഞ്ഞേ നിങ്ങളുടെ തലയിലും ചളി എന്ന് പറഞ്ഞേ, പക്ഷെ അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചത് പറയുന്നു, പക്ഷെ പറഞ്ഞില്ല. അത്രയും എക്സ്ട്രീം ലെവലിൽ പോകാൻ പറ്റില്ല. ചേച്ചിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുള്ള ഒരു വലിയൊരു ലൈഫാണ്. ഇതിൽ ഏത് പേജ് വേണോ ചേച്ചിക്ക് പറയുന്നു. ഞാൻ അവസാനം കണ്ട സിനിമകളൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷെ 3 സിനിമ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് റിലീസായ 3 സിനിമ, ഗിർ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു അന്വേഷണത്തിന്റെ തുടക്കം മിസ് ചെയ്തു, പിന്നെ സ്വർഗം 3 പടം മിസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കണ്ടത്. വിവേകാനന്ദൻ വൈറലാണ്, മറ്റേ ടീച്ചർ കണ്ടു, മലയാളി ഫ്രം ഇന്ത്യ കണ്ടു, അതെല്ലാം കണ്ടു. അതെ, ഞാന് സാബു എപ്പോഴും പറയും, സാബു വെറുതെ ഇരുന്ന് പറയുന്നത് ഒരുപാട് വരുന്നുണ്ട്, നമ്മുടെ മനസ്സല്ലേ നമുക്കെല്ലാം. അപ്പൊ ചിലപ്പോ എനിക്ക് ഇങ്ങനെ തോന്നും ഇത് വേണ്ട എന്ന്, ചിലപ്പോ ചില ആൾക്കാരുടെ വെറുതെയാന്ന് പറയും. പക്ഷെ എനിക്കെന്തോ ഈ നെഗറ്റിവിറ്റി ഇല്ലേ, അതെനിക്ക് പെട്ടെന്ന് കിട്ടും. ഒരാളുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, അവര് എൻ്റെ അടുത്ത് പെരുമാറണമെന്നില്ല, മൂന്നാമത് അവിടെ നിൽക്കുന്ന ഒരാളോട് പെരുമാറുന്ന കണ്ടാൽ പോലും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനത് കുറേ നാള് കഴിഞ്ഞ് ഒരു വർക്കിന് വന്നാൽ പോലും ഞാൻ ഇങ്ങനെ ആലോചിച്ചു വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് ഒക്കെയാണ് ഞാൻ മറന്നത്. അത് എനിക്കിതുവരെ തെറ്റിയിട്ടില്ല. എനിക്ക് ഒരു വർക്ക് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ അത് വേണ്ട എന്ന് വെച്ച വർക്കുകളൊന്നും അങ്ങനെ, എന്നാൽ വേണമെന്ന് വെച്ച ചില വർക്കുകളും മോശമായിട്ടുണ്ട്, അത് ഇല്ലാന്ന് പറയുന്നില്ല. അത് ചില ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ, ചില ബന്ധങ്ങളുടെ പേരിലൊക്കെ പോയി ചെയ്ത വർക്കുകൾ നമുക്ക് സിനിമയാണെങ്കിലും നമ്മുടെ ലൈഫാണെങ്കിലും നമ്മുടെ കയ്യിലല്ല. ചിലത് വിജയിക്കും, ചിലത് മോശമാകും, അല്ലെ? അപ്പോ അതത്രേ ഉള്ളൂ. ലൈഫ് ഈ പറഞ്ഞ സംഭവം തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് സിനിമ ആയാലും ലൈഫ് ആണെങ്കിലും എല്ലാം. സാബു എപ്പോഴും പറയും, ഈ പെണ്ണുപിള്ള
തോന്നുന്ന സമയത്ത് തോന്നുന്നവർക്ക് തോന്നുന്ന പൈസയ്ക്ക് പോയി ചെയ്യുന്ന ആളാണെന്ന് പറയും. അത് സത്യമാണ്. അത് തോന്നുന്ന പൈസക്കല്ല കേട്ടോ, പൈസ ഞാൻ ചോദിച്ചു പിടിക്കാറുണ്ട്. സൂപ്പർ സ്റ്റാറിന്റെ ഒരു സിനിമ എന്നെ വിളിച്ച സമയത്ത് പൈസ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഇതായി ഭയങ്കര. ഓക്കെ, കളയണ്ട, നമ്മുടെ ഭാഷയല്ല അന്യഭാഷയാണ്, കളയണ്ട, ചെയ്യാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യാം, 5 ദിവസം 6 ദിവസം കൊണ്ട് ചോദിച്ചുള്ളൂ, ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷെ അന്യഭാഷ ചിത്രങ്ങൾക്കൊക്കെ 5 ദിവസം ചോദിച്ചാലും ചിലപ്പോൾ 15 ദിവസം പോവും. അതാണ് ഒരു സംഭവം. എങ്കിലും ഞാൻ വിചാരിച്ചു പോട്ടെ, ചെയ്യാം, നമ്മുടെ ഡേറ്റ്, ഇവിടുത്തെ ഡേറ്റ് മാത്രം നോക്കിയാൽ മതി. കഥ ഐ മീൻ എൻ്റെ ക്യാരക്ടർ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ക്യാരക്ടർ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മെയിൻ ആളുടെ ക്യാരക്ടർ അല്ല ഞാൻ ചോദിച്ചത്, ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നാണ് ചോദിച്ചത്. ഇല്ല, അത് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരുടെ ഭാഷയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് എല്ലാവരുടെയും അങ്ങനെയാണ്. അതെന്ത് കഥയാണ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് അദ്ദേഹത്തിന്, എനിക്ക് സിനിമയുടെ കഥയെ കേൾക്കണ്ട, എൻ്റെ സിനിമ ഐ മീൻ എൻ്റെ ക്യാരക്ടർ എന്ത് ടൈപ്പ് ഓഫ് കാസ്റ്റ് ആണെന്ന് എനിക്ക് അറിയണ്ടേ, അത് പറയാൻ താല്പര്യമില്ല അവർക്ക്. ഞാൻ പറഞ്ഞു എന്നാ വേണ്ട, ഞാൻ ചെയ്യുന്നില്ല, അപ്പോൾ പൈസക്ക് ഞാൻ എപ്പോഴും പിടിച്ചില്ല. എൻ്റെ ക്യാരക്ടർ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആളുടെ, അത് ഏത് ആളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ആണെന്ന് പറഞ്ഞാലും എൻ്റെ പേഴ്സണൽ ഇത് വെച്ചിട്ട് ഞാൻ അഹങ്കാരം പറയുന്നത് ഒന്നുമല്ല, അത് എൻ്റെ അവകാശമാണ്. ഒരു സിനിമയിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയണം. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു പക്ഷേ ആ ക്യാരക്ടറിനെ കുറിച്ചുകൂടെ മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പഠിക്കാനോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ആൾക്കാരും, നമ്മുടെ മലയാളി ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അതിന് വന്ന് സംസാരിച്ചവരാരും എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇതൊരു അന്യഭാഷയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ വരുന്ന മലയാളി നമ്മുടെ ആൾക്കാരെല്ലാം ചേച്ചി ഞാൻ എന്നാ വന്ന് കഥ പറയണ്ടേന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ ടീച്ചറിൽ ചെയ്യുന്ന സമയത്ത് കല്യാണി ക്യാരക്ടർ, അതിനകത്ത് ചേച്ചിക്ക് തോർത്ത് വേണമെന്ന് ചേച്ചി തോർത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അതേപോലെ തോർത്ത് വാങ്ങിക്കുമെന്ന് വിചാരിച്ചായിരിക്കും അവര് പറയാത്തത്. അല്ലല്ല, ഞാൻ ആ സിനിമ പോയി കാണുകയും കുഴപ്പമില്ലാത്ത ക്യാരക്ടറായിരുന്നു. അല്ല, അങ്ങനെ വലുതായിട്ടൊന്നും, അത് മേ ബി കട്ട് ചെയ്ത് പോയതായിരിക്കും. നമുക്കറിയാലോ, നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യമല്ല പറയുന്നത്. പാൻ ഇന്ത്യൻ ലെവലിൽ ഉള്ള അന്യഭാഷയിലുള്ള സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ മിക്കവാറും സൈഡായിട്ട് പോകുന്നവരുടെയൊക്കെ കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പോയതാവാം, എനിക്കറിയില്ല. നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ബിക്കോസ് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഇത്ര ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. അതില്ല, നമുക്ക് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ചില സമയത്ത് ലൈഫ് എന്ന് എഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ആയിരിക്കും ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവെക്കുക. ചിലപ്പോൾ നമ്മൾ ലൈഫ് എന്ന് പലതരത്തിലുള്ള നിർവചനങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞ ഒരു കാമുകിയുടെ മണമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുക. അതേപോലെ ലൈഫ് എന്ന് ചേച്ചിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആക്ച്വലി ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ ചേച്ചി എന്റർടൈൻ ചെയ്യുന്ന ഒരു വഴി ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു ഷോപ്പിംഗ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ചേച്ചിയുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ, ചേച്ചിക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ വരിക? ലൈഫ് എന്ന ഇത് മനസ്സിൽ വരുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് മനസ്സമാധാനം. അത് വേണം, എന്തൊക്കെ ഉണ്ടെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. അതാണ് ലൈഫിൽ എനിക്ക് ആദ്യം വരുന്നത്. പിന്നെ ഒരു ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ആൾക്കാരുണ്ട്. പക്ഷെ വെരി ഫസ്റ്റ് വരുന്നത് എൻ്റെ അമ്മയും മോളുമായിരിക്കും. എൻ്റെ മകൾ, എൻ്റെ അമ്മ, അവരാണ് എനിക്ക് എല്ലാം. എൻ്റെ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഏറ്റവും വലിയ വെൽ വിഷേഴ്സ്, മോട്ടിവേറ്റ് ചെയ്യുന്നവർ ഒക്കെ അവരാണ്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ സിസ്റ്ററിനെ പോലെ കരുതുന്ന ഒരു കുട്ടിയുണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാർ, എന്നാലും വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. കുറച്ചധികം ഉണ്ടെങ്കിലും വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഒരു 10ഓ 20ഓ, അതിനപ്പുറത്തേക്ക് എനിക്ക് ആൾക്കാരില്ല. ചേച്ചി ഇപ്പൊ തകൃതിയായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പിന്നെ പ്രൊഫഷൻ കേട്ടോ, പ്രൊഫഷൻ നോക്കണം. ഒരു ദിവസം വൃത്തിയായിട്ട് കിടന്നുറങ്ങണമെന്ന് തോന്നുകയാണ്. ചേച്ചിക്ക് ചിലപ്പോൾ കിടന്നുറങ്ങാൻ പറ്റില്ലായിരിക്കും. ഇപ്പോൾ ചിലർക്കൊക്കെ ഉറക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ കുറേ ദിവസം ഓടാനുള്ള ഊർജ്ജമായിരിക്കും. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ സ്വാതന്ത്ര്യം കിട്ടുമോ? അതിനുവേണ്ടി ചേച്ചി സമയം കണ്ടെത്തുമോ? അത് ചേച്ചിക്ക് പക്ഷേ പിറ്റേ ദിവസം സ്ട്രെസ് ഉണ്ടാക്കുമോ? എങ്ങനെയാ അങ്ങനെയുള്ള ഒരു ദിവസം നമ്മൾ ഓഫായിട്ട് എടുത്തു കഴിഞ്ഞാൽ?
ഓഫായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ ഓഫ് എടുക്കാറുള്ള ആളാ. അതായത് ഞാൻ ഇപ്പൊ കുറച്ച് നാളുകൾ കൊണ്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. പല പല സ്ഥലങ്ങളിൽ, ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. ചിലപ്പോൾ അതൊരു അമ്പല ദർശനമായിരിക്കാം, ചിലപ്പോൾ ഗോവയിലേക്കായിരിക്കാം, അത് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 months 3 monthsനകത്ത് തന്നെ ഞാൻ ഒരു ട്രാവൽ ചെയ്തിരിക്കും. ഇനിയിപ്പോൾ ഞാൻ മോളുടെ അടുത്ത് പോയിട്ട് വന്നേ ഉള്ളൂ, ഇറ്റലി. അതെനിക്ക് എന്നെ സംബന്ധിച്ച് മോളെ കാണുക എന്നത് ആണ് മെയിൻ. എങ്കിലും എനിക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു 10-12 ദിവസം എനിക്ക് മോളുടെ അടുത്ത് നിൽക്കാനുള്ള, ഞാൻ ഫോണും ഒക്കെ ഞാൻ വാട്സപ്പ് അല്ലാതെ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതും ഒക്കെ എനിക്കതൊരു റിലാക്സേഷനാണ്. എന്റെ അമ്മ പറയും, ഈ തിരിച്ച് നമ്മൾ വരുമ്പോഴേ, അതായത് എന്തെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാം, പഴയ കുരുടി കഥക് തുറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഞാൻ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് പറയും, പഴയ കുരുടി കഥക് തുറ, നാളെ മുതൽ വീണ്ടും. പിന്നെ നമുക്കതൊരു ഊർജ്ജമാണ്. അതിപ്പോ ഒരു 10-12 ദിവസം വേണമെന്നല്ല, ഒരു 3 to 5 days കിട്ടിയാലും നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയിലാകെ എനിക്ക് 2 ഫ്രണ്ട്സേ ഉള്ളൂ ഗേൾസില്. രശ്മി ബോബൻ, ശ്രീലക്ഷ്മി പൊരുത്തം ഒക്കെ, ശ്രീലക്ഷ്മി, ഇവർ രണ്ടുപേരുമായിട്ടാണ് ഞാൻ ട്രാവൽ. പിന്നെ രചന, സരയു, സ്വാസിക, ദേവി, ഇത്രയും പേരാണ്, ഒരു ഗ്രൂപ്പുകളാണ്. ഇപ്പൊ ഞാൻ ഏപ്രിലിൽ ഭൂട്ടാൻ പോവുകയാണ്. അപ്പൊ ഭൂട്ടാൻ പോകുന്നത് ഞാന്, രചന, സരയു, രശ്മി, ശ്രീലക്ഷ്മി. സ്വാസിക ഉണ്ടായിരുന്നു, സ്വാസികയുടേത് ക്യാൻസലായി ഇന്നലെ. ബിക്കോസ് സ്വാസിക വേറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ക്യാൻസലായി. അപ്പൊ അതൊരു വേറൊരു ഇതാണ്. ആ വൈബല്ല ഞാൻ എൻ്റെ പുറത്തുള്ള കുറച്ച് ഡിംപിൾ, മായ, ദേവി, കാർത്തിയൻ ചേച്ചി, അത് വേറെ വൈബാണ്. ഇല്ല, ഞാൻ ഈ പറഞ്ഞ ആൾക്കാരില്ലേ, ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും എല്ലായിടത്തും പോകുന്നതാ. ഞങ്ങള് കഴിഞ്ഞ ഞാനും രചനയും അത് മാത്രമേ ഉള്ളൂ. അമ്പലത്തിൽ പോകുമ്പോ സെറ്റും കൊണ്ട് ചുരിദാറായിട്ട് പോകും, മറ്റിടത്ത് പോകുമ്പോ കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള മൂട് മാറി വൈബായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം. അല്ലാതെ എനിക്ക്, ഞങ്ങള് ഗോവയിൽ സാരി ഉടുത്ത് പോയ ആൾക്കാരുണ്ട്. ഡ്രസ്സിലല്ല നമ്മുടെ എൻജോയ്മെന്റ്. നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറി അല്ല. നമ്മുടെ ട്രാവലിനും കംഫർട്ടാണ്. ശരിയാണ്, ഡ്രസ്സ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പം നമുക്കൊന്നും ശീലമില്ല, സാരിയൊക്കെ ഡെയിലി ഉടുത്തൊന്നും ശീലമില്ല. അപ്പം നമ്മൾ ലൂസായിട്ടുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമായിരിക്കും. പക്ഷെ സാരി ഉടുത്തു എന്ന് വെച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റായ ധാരണ. അത് തെറ്റാണ്. സാരിയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സാരി ഞങ്ങൾക്ക് എൻജോയ് ഇന്ന് ഈ ഡ്രസ് ഇട്ടോണ്ട് വരുമ്പോ ചേച്ചിക്ക് ഒരു കമന്റ് കിട്ടി, അയ്യോ ശരസാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരത്തേട്ടാ, അറിയാതെ ഈ മാമാവിന്റെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞു പോയി. നമ്മളതെങ്ങനെയാണല്ലോ, അത് ആദ്യം ഓർത്ത് വെച്ചിരിക്കും. ശരത്തേട്ടൻ ഇതാണ് പറഞ്ഞത്, കൊള്ളാം, നല്ല ഡ്രസ്സ്, നിങ്ങൾക്കില്ലാത്തത് ഈ ഡ്രസ്സിനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താട്ടാ? ഡീസൻസി, വൃത്തികെട്ടവൻ. ചേച്ചി ഈ ടൈമിലാണ് ചേച്ചിയുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ കുറച്ചുകൂടെ ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതൊരു കുറച്ചുകൂടെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? എനിക്ക് തന്നെ പുതിയ ഡ്രസ്സ് ഇടുമ്പോഴുണ്ടല്ലോ, ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷെ അത് നമുക്കൊരു രസമാണ്. അത് നമുക്കതൊരു പുതുമ തോന്നുന്നുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ലേ ചൂസ് ചെയ്യേണ്ടത്? ഞാൻ ചൂസ് ചെയ്യുന്ന കംഫർട്ടാണ്. എന്റെ കംഫർട്ട്, അതിപ്പോ സാരി ആയാലും ജീൻസും ടോപ്പ് ആയാലും ഷോർട്സ് ആയാലും എന്തായാലും എനിക്ക് കംഫർട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇടും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് സ്ലീവ്ലെസ് കംഫർട്ട് അല്ല. ബിക്കോസ് സ്ലീവ്ലെസ് ഇടാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ കൈക്ക് കുറച്ച് വണ്ണക്കൂടുതലാണ്, അത് സ്ലീവ്ലെസ് ഇട്ടാൽ ചേരില്ല. അത് ഗ്ലാമറിനെക്കാട്ടിലും ചിലപ്പോൾ വൾഗാരിറ്റി തരും. അതുകൊണ്ടാണല്ലോ ഞാൻ തോർത്ത് വേണമെന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഞാൻ ചില ആൾക്കാർക്ക് അറിയില്ല, ഞാൻ ടീച്ചർ എന്ന സിനിമയില് ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ബ്ലൗസും മുണ്ടും മാത്രമായിരുന്നു, തോർത്ത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. എനിക്ക് തോർത്ത് തോന്നുന്നു, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ വേണ്ടിയാണ് മെയിൻ ഞാൻ എൻ്റെ വണ്ണം കുറച്ചത്. എൻ്റെ ഡയറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ പരമാത്മാവാണെന്ന് പറയാം. എൻ്റെ ഭയങ്കരമായി, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറച്ച് ആൾക്കാർ എൻ്റെ സൈഡിലെ ലൈഫ് എന്ന് എഴുതുമ്പോൾ അതെ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലാണ് ലക്ഷ്മി, മനീഷ്, പലർക്കും അറിയാം ഇപ്പോൾ ലക്ഷ്മിയെ. അപ്പോൾ ലക്ഷ്മിയാണ് എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ഡ്രസ്സ് മാറ്റാനായിട്ട് എൻ്റെ മോള് സ്റ്റൈലിസ്റ്റ് ആണ്, ഐ മീൻ പഠിക്കുകയാണ്, ഫ്ലോറൻസിൽ
ഫാഷൻ സ്റ്റൈലിങ്. അവളും കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെങ്കിലും അവളുടെ സ്റ്റൈല് നമുക്ക് പറ്റത്തില്ല. അവളുടെ സ്റ്റൈലിനെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നുണ്ട്. ചേച്ചി അവളുടെ പക്ഷത്തല്ലേ? ഞാൻ അവളുടെ പക്ഷത്താണ്. പക്ഷെ ആ സ്റ്റൈല് ചേച്ചിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, പക്ഷെ അവള് മോഡേൺ ആണ്, അവൾ അതാ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ. ഇപ്പോഴത്തെ ജനറേഷന്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് അത്. പക്ഷെ അവരുടെ കയറിന്റെ അറ്റം നമ്മുടെ കയ്യിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചോദിക്കണം, അത് കൊച്ചിന്റെ അടുത്ത് ചോദിക്കണം, കയറിന്റെ അറ്റം വേണോ വേണ്ടേ എന്നുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു നല്ല കുഞ്ഞാണ്. കാരണം വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, വളരെ ലവബിൾ ആണ്, ഭയങ്കര, അത് ചെറുപ്പത്തിലേ മുതലേ. അത് കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു 10 വയസ്സ് വരെ, ഞാനൊരു 2 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഷൂട്ടിന് പോയി തുടങ്ങിയതാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഷൂട്ടിന് പോയി. അത് പിന്നെ അവൾക്ക് യൂസ്ഡ് ആയിട്ടായിരിക്കണം അവള് എന്നെ കാണണമെന്ന് പറഞ്ഞ് കരയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അവള് ചെയ്തിട്ടില്ല. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ വൈകുന്നേരം വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു. അതൊരു ഭയങ്കര ചങ്കുവേദനയാണ് കേട്ടോ. നോക്കി വന്ന് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു ചാട്ടമുണ്ട്. അതൊരു ഭയങ്കര ഫീലാണ്. ചേച്ചി പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര ഫീലാ. അപ്പം പിന്നെ എന്റെ അടുത്തുനിന്ന് ഇറങ്ങില്ല. ഞാൻ സത്യം പറഞ്ഞ അവളെ വെച്ചാ ഞാൻ കുളിക്കുന്നത്. ആ ചെറുപ്പത്തില് അവളെ വെക്കും. കാരണം ബാത്റൂം കുറച്ചുകൂടെ സൈഡില് ഒരു മറ്റേ ഇതിൽ ഇരുത്തിയിട്ട് ഞാൻ വർത്താനമൊക്കെ പറഞ്ഞ് അതുവരെ അവള് വളരെയധികം മനസ്സിലാക്കിയ ഒരു കുഞ്ഞാണ്. ആ ഒരു മനസ്സിലാക്കൽ അവള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും അവള് ഫോൺ ചെയ്തൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ കയ്യില് പൈസ ഉണ്ടോന്ന് ചോദിച്ചിട്ടാണ് അവൾ അവളുടെ ആവശ്യങ്ങൾ പറയുള്ളൂ. അമ്മ എനിക്ക് ഇത്രയും കാശ് വേണം, അമ്മയുടെ കാശുണ്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം അവൾ വളരെ ക്ലിയർ ആണ്, വളർത്താൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള. പിന്നെ അവളുടെ ഫാഷൻ സെൻസ് എന്ന് പറയുന്നത് അവൾ പഠിക്കുന്നത് യൂറോപ്പിലാണ്. ഫാഷൻ സ്റ്റൈലിങ്ങിന്റെ ഒരു രാജ്യത്താണ് അവൾ പഠിക്കുന്നത്. ഇറ്റലി പോലുള്ള ബ്രാൻഡുകളുടെ രാജ്യമാണ്. അവിടുത്തെ രീതിയും അവൾ പഠിക്കുന്ന സ്റ്റൈലും ഒക്കെ വേറെയാണ് അവൾ അവിടെ യൂസ് ചെയ്യുന്നത്. അവൾ അവിടെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എൻ്റെ ഒരു സ്വഭാവത്തിന്റെ, സുജിത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ 4 ഇരട്ടിയാണ് അവളുടെ സ്വഭാവം. ആരും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരു സ്വഭാവമാണ് അവളുടേത്. കുറച്ചൊക്കെ പിന്നെ ഞാൻ സുജിത്തിന് കുറച്ചൊക്കെ ഞാൻ വേണ്ട കേരളത്തിലാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവള് അത് മൈൻഡ് ചെയ്യില്ല. അങ്ങനെ മതിയെന്ന് വിചാരിക്കും. ഒന്നല്ലേ എനിക്ക് തിന്നാൻ തരുന്നേ എന്ന് ചോദിക്കും. എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അച്ഛനല്ലേ പഠിപ്പിക്കുന്നത്, അവരല്ലല്ലോ എന്ന് ചോദിക്കും. ചേച്ചി സന്തോഷത്തിന്റെ കാര്യം പറയുമ്പോൾ സുജിത്ത് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞെങ്കിലും നിങ്ങൾക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് വീണയുടെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ വീണ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സുജിത്തിനോട് ചോദിക്കുന്നുണ്ട്, കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഒരുമിച്ച് എന്ന് ചോദിക്കുമ്പോൾ സുജിത്ത് പറയുന്നുണ്ട്, ഒരുമിച്ച് നിൽക്കേണ്ടതാ, പക്ഷെ ഏതാ വലുതെന്ന് വെച്ചാൽ സന്തോഷം കൂടെ വേണ്ടേ, അപ്പോൾ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കണേന്ന് പറഞ്ഞു. ആ പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സൗഹൃദപരമായി തന്നെ പറഞ്ഞു പിരിയാൻ പറ്റുമോ? നമ്മൾ ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് സിനിമയിൽ, സൗഹൃദപരമായി നമ്മൾ പറഞ്ഞു പിരിയുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമുക്ക് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നിട്ടാണ് നമ്മൾ 2 സ്പേസിലേക്ക് നിൽക്കുന്നത്. എന്തായിരുന്നു ആ സാഹചര്യം? എന്തായിരുന്നു? ഇല്ല, അത് ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത് പല ഇൻ്റർവ്യൂസിലും ചോദിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും. ഈ ഇടയ്ക്കും ഞാനൊരു ഇൻ്റർവ്യൂവിൽ സുജിത്തിനോട് ചോദിച്ചൊരു ചോദ്യം വളരെ ബാലിശമായിട്ട് തോന്നി. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ഇപ്പം ഞാനൊരു സെലിബ്രിറ്റി എന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ സുജിത്ത് ഒരു സെലിബ്രിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് ചോദിക്കുമ്പോൾ ആ ഇരിക്കുന്നവരും മനുഷ്യരാണ്, അവർക്കും വികാരങ്ങളുണ്ട്, അവർക്കും സങ്കടങ്ങളുണ്ട്, അവരും മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണെന്ന് ഉള്ള ഒന്ന് മനസ്സിലാക്കിയിട്ടോ ആ ചിന്തയിലോ വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇത് അങ്ങനെയില്ലാത്ത ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ എന്താണ് ഇൻ്റർവ്യൂസ് കൊടുക്കാത്തതെന്ന്. ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് മെയിൻലി സുജിത്തിൻ്റെ എനിക്കറിയില്ല മെയിൻലി ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ചാണ്. എനിക്കും എൻ്റേതായ പേഴ്സണൽ ലൈഫ് വേണ്ടേ, എനിക്കും എൻ്റേതായ ഒരു മീൻസ് സെലിബ്രിറ്റിയാണ്, സമ്മതിച്ചു, സെലിബ്രിറ്റിയാണ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫ് നാട്ടുകാരുടെയാണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് നാട്ടുകാരുടെ അല്ല, എൻ്റെ മാത്രം. സോ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് ഇട്ട് വെറുതെ ആൾക്കാർക്ക് അമ്മാനമാടാൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വളരെ മാന്യമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. അതിന് പ്രത്യേകിച്ച് സാഹചര്യം എന്ന് പറഞ്ഞാൽ 2 മനുഷ്യരാണ്, 2 വ്യക്തിത്വങ്ങളാണ്, 2 സ്വഭാവമുള്ള ആൾക്കാരാണ്. എനിക്ക്
പ്രശ്നമില്ല, സുജിത്തിന് പ്രശ്നമില്ല, എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല, സുജിത്തിൻ്റെ വീട്ടിൽ പ്രശ്നമില്ല. ബിക്കോസ് ഞങ്ങൾ ഇപ്പോഴും നല്ല കോണ്ടാക്ട്സിലിരിക്കുന്ന ഫാമിലീസാണ്. മിനിഞ്ഞാന്നും കൂടി അമ്മ വിളിച്ചിരുന്നു. ഞാൻ അച്ഛൻ ഇവിടെ കൊച്ചിയിൽ അച്ഛനും അമ്മയും വന്നപ്പോൾ സുജിത്തിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് ഞാൻ അച്ഛനെയും അമ്മയും കണ്ട് മടങ്ങിയ ആളാണ്. സുജിത്തിനെ ഞാൻ വിളിക്കാറുണ്ട്, സുജിത്ത് എന്നെ വിളിക്കാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ച് പിരിയാൻ പറ്റിയെങ്കിൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അടിച്ചു പിരിയുന്നതിൽ എത്രയോ വലുതാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വരുമായിരിക്കും, പാചകം പഠിക്കാൻ എളുപ്പമാണ്, പാചകം പഠിക്കാൻ എളുപ്പമാണ്, വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ, ജീവിതം മുന്നോട്ട് പോകണം. ഇത് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. നാളെ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ എന്താ പറയാ സമ്പാദിക്കണം എന്നുള്ള ബോധം എനിക്ക് വേണം. എങ്കിൽ നമ്മൾ അത് കളഞ്ഞിട്ട് നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു പോയാൽ നമ്മൾ ജീവിക്കുന്നില്ലേ? നമ്മളത് മറന്ന്, ഓർമ്മയിലുണ്ടാവും മനസ്സിൽ, പക്ഷെ നമ്മൾ അത് മറന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കാതിരിക്കുന്നില്ലേ, നമ്മൾ സന്തോഷിക്കാതിരിക്കുന്നില്ലേ, നമ്മളൊരു കല്യാണത്തിന് പോകുന്നില്ലേ, പാർട്ടിക്ക് പോകുന്നില്ലേ? അതുപോലുള്ളൂ. മരണവും മറക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ പാസ്റ്റുകൾ മറക്കുക, പക്ഷെ മനസ്സിലുണ്ടാവണം. ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം നമ്മുടെ മോളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള കുട്ടിയാണ് ഞങ്ങളുടെ മോള്. എൻ്റെ മോളല്ല, ഞങ്ങളുടെ മോള്. സോ ഞാനും സുജിത്തും സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ്. പ്രൊഫഷണലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. വലുതായിട്ടല്ലെങ്കിലും സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ വിളിച്ച് ഞാൻ കണ്ടു കേട്ടോ, നന്നായിട്ടുണ്ട്, നീ അത് ശ്രദ്ധിക്കണം, അത് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുകയും, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യും, ബർത്ത്ഡേക്ക് വിഷ് ചെയ്യും ഒക്കെ ചെയ്യുന്ന നല്ല രണ്ട് വ്യക്തികളാണ് ഞങ്ങളിപ്പോൾ, രണ്ട് സുഹൃത്തുക്കളാണ്. എന്ത് മറന്നെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ, അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. പക്ഷേ സിനിമാറ്റിക് കണ്ടീഷനാണിത്. എന്ന് വെച്ചാൽ നമ്മൾ ഐഡിയലിസ്റ്റിക് ആയിട്ട് ഇതൊക്കെ പറയുമ്പോഴും കാമുകന്മാരായിരിക്കുമ്പോൾ നമ്മൾ പറയും, എടാ നമ്മൾ ബ്രേക്കപ്പ് ആകുമ്പോൾ ചായ കുടിച്ച് പിരിയണമെന്ന് പറയും. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്. കാരണം മുറിവേൽക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിയുന്നത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തെടുത്തത് ഭയങ്കര രസമായിട്ടാണ്. ഇപ്പോൾ ചേച്ചി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്കത് എക്സിക്യൂഷൻ ലെവലിലാണ്. ഇപ്പോഴും നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, ഇനി അത് സ്മൂത്തായി പോകുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇത്രയും ഒരു ചെറിയ ബുദ്ധി പോരാ, ഭയങ്കര ബുദ്ധിജീവിയാ ചേച്ചി. ബുദ്ധിയില്ല, എക്സ്പീരിയൻസസ് ആണ് ബുദ്ധി എന്നതിലപ്പുറത്തേക്ക്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കണം, തല്ലി തീർക്കാൻ പറ്റില്ല, ജീവിച്ച് തീർക്കണം, മനസ്സമാധാനത്തോടെ തീർക്കണം. അദ്ദേഹത്തിനും എനിക്കും മനസ്സമാധാനം തരുന്ന ഒന്നാണ് ഞങ്ങളെടുത്ത തീരുമാനമെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതല്ലേ. വെരി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഈ കാര്യം സംസാരിക്കുന്നത്. അത് എത്രയോ നാളിന് ശേഷം. ഇനി ആരും അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ഇന്റർവ്യൂകളിലും ചോദിക്കരുത്, ഞാൻ പറയില്ല. പക്ഷെ ഇപ്പൊ ഇമോഷൻസ് ഇല്ലാതെ ചേച്ചിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി തുടങ്ങിയില്ലേ? ഓഫ് കോഴ്സ്, ബിക്കോസ് ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ വശങ്ങൾ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ മോള്, ഇവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 3-4 ആഴ്ച മുമ്പ് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുഹൃത്ത് കാണാൻ വന്നിരുന്നു. ഞാനാണ് പുള്ളിക്ക് ചായ ഇട്ട് കൊടുത്തത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ അല്ല. ഡിവോഴ്സ് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങനെ നിങ്ങളൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല. എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ചോദിക്കാം. പറ്റിയില്ലേ? ഇപ്പോഴും പറ്റുന്നുണ്ട്. എൻ്റെ ഒരു ഒറ്റ ആഗ്രഹം ഇതായിരുന്നു, നാളെ ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ എനിക്ക് പുള്ളിയെ കണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ചിരിച്ച് ഹഗ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സുജിത്തിൻ്റെ ബ്രദർ മരിക്കുമ്പോൾ ഞാൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു കൂടെ. അതും സോഷ്യൽ മീഡിയ ആഘോഷിച്ചു. എല്ലാവരും കാത്തു നിന്നത് മഞ്ജു മകളും വരുമോന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്ത് അയ്യോ, ഭയങ്കര രസമാണ് അത് കാണുമ്പോൾ. ചിരി വരും, പക്ഷെ എങ്കിലും വിചാരിക്കും പാവങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ, കണ്ടവന്റെ ജീവിതം വിറ്റാണെങ്കിലും അവർ ജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ചില സമയത്ത് രജനീഷ്, നമ്മുടെ ലൈഫ് നമ്മൾ ഒരുപാട് മാറ്റും. നമ്മുടെ ടെററാണ്, ആവശ്യങ്ങൾക്ക് ടെററാണ്, ഇല്ലാന്ന് പറയുന്നില്ല. എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ടെററാവും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇപ്പൊ വേറെ ഒന്നിനും ടെററാവാറില്ല. എന്റെ കൊച്ചിനെ എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് ഞാൻ ഉണരും. അതൊരു മഞ്ജുപിള്ള ആയതുകൊണ്ടല്ല, ഞാൻ ദയയുടെ അമ്മ ആയതുകൊണ്ടാണ് ഉണരുന്നത്.
പിന്നെ അല്ലാതെ ഞാൻ ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ യാത്രകൾ, നമ്മുടെ വായനകൾ ഒക്കെ നമ്മുടെ ലൈഫിനെ മാറ്റും. നമ്മൾ ഒരുപാട് ചേഞ്ച് ആവും. ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. എൻ്റെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു സ്ഥലത്ത് പോയാൽ നമുക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ പണ്ടൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ഒന്നിനും മറുപടി പറയാതെ ഇങ്ങനെ മാറി ഒരു സൈഡിൽ ചിരിച്ചിരിക്കും. എന്നെ ദ്രോഹിച്ച ഒരു മനുഷ്യനാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നതെങ്കിലും എനിക്കറിയാമെങ്കിലും ഞാനത് ഭാവിക്കില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ പഠിച്ചു. ലോകം അങ്ങനെ മാറിക്കഴിഞ്ഞു രജനീഷ്. പക്ഷെ ആ മഞ്ജു അല്ലേ കുറച്ചുകൂടെ നല്ലത് ചേച്ചി, പ്രതികരിക്കുന്ന മഞ്ജു. അന്ന് ആ കാലത്ത് പ്രതികരിക്കാൻ പറ്റുമായിരുന്നു. ഇക്കാലത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്നെ ആയിരിക്കുമല്ലോ വെട്ടുന്നത്, എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനെയും അമ്മയും വെട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളത് പേടിക്കണം. ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്നെ വെട്ടിയത് തീർന്നു. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുക എൻ്റെ ബന്ധുക്കൾ പോയാൽ എനിക്ക് സഹിക്കില്ല. അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു, എൻ്റെ മകൾക്ക് എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. പക്ഷെ എന്ന് വെച്ച് വായടച്ച് പഞ്ചപുച്ഛമടക്കിയിരിക്കുമെന്ന് പറയുന്നില്ല. പ്രതികരിക്കേണ്ട അവസ്ഥകൾ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും. അത്ര ക്രൂഷ്യലാണെങ്കിൽ ഞാൻ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞത് എന്നെ ഉപദ്രവിച്ച ഒരാളുടെ അടുത്താണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ക്ഷമിച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നുന്ന സ്ഥലത്താണ്. എന്നെ ഉപദ്രവിച്ച ആൾക്കാർ, എന്നെ ദ്രോഹിച്ച ആൾക്കാർ, എന്നെ കുറിച്ച് മോശം പറഞ്ഞ ആൾക്കാരെയൊക്കെ പണ്ടൊക്കെ ഞാൻ വേറൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ അടുത്തും ഒരേപോലെ പെരുമാറി കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സീരിയസ്ലി സോഷ്യൽ മീഡിയ ഒരുപാട് മോശമായി. കാരണം മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു പോസ്റ്റ്, വളരെ നല്ല പോസ്റ്റ്, ഡീസൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് വന്നാൽ അതിൻ്റെ അടിയിൽ നമ്മളെക്കുറിച്ച് ഭയങ്കരമായിട്ട് മോശം എഴുതുന്ന ആൾക്കാരുണ്ടാകും. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മെസ്സേജസ് വായിക്കാറില്ല. പക്ഷേ എങ്കിലും ചില ആൾക്കാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വട്ടം വരച്ച് നീ ഇത് കണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് അയച്ചു തരും. അത് വേറൊരു മാനസികാവസ്ഥയാണ്, മാനസിക രോഗികളാണ്. അപ്പം അത് കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, ഇത് നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ഈ അയച്ചവൻ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അവനും ചിലപ്പോൾ നമ്മളെടുത്ത് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നവനായിരിക്കും. ചില മാനസിക രോഗികളാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീരെ കുഞ്ഞുങ്ങളും വയസ്സായ ആൾക്കാരും അല്ലാതെ വേറെ ആര് വന്നാലും ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കാറുള്ളൂ. അതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ലൈഫ്. ഒരാളുടെ അടുത്ത് മിണ്ടാൻ തന്നെ പേടിയായി തുടങ്ങി. പക്ഷെ മഞ്ചേച്ചിയുടെ ടെററിന്റെ ഒരു അംശമാണ് എനിക്ക് തോന്നുന്നു. കല്യാണിയിൽ ചില സമയത്ത് അവരുടെ മുഖത്ത് വരുന്നൊരു ബോൾഡ്നെസ് ഉണ്ട്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് അവരുടെ ഉള്ളിലുള്ളതെങ്കിലും മുഖത്തൊരു ബോൾഡ്നെസ് ഉണ്ട്. ആ ബോൾഡ്നെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ചേച്ചിയുടെ മനസ്സിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടാവണം. ഇല്ലേ, ഒരു കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഏത് ഭാവം കൊടുത്താലായിരിക്കും ശരിയാവുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇത് കണ്ടതിന് ശേഷം ചിലപ്പോൾ ഓക്കെ ആണോ ഇല്ലേ എന്നുള്ളത് ഡയറക്ടർ പറയുമായിരിക്കും. ആ സമയത്തൊക്കെ ചേച്ചിയുടെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഉള്ളൊരു സംഗതിയുണ്ട്. അതെങ്ങനെയാണ് ചേച്ചി പിടിക്കണേ? അല്ല, അത് വിവേകാണ്. അതിൽ മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് വിവേകാണ്. കാരണം വിവേക് വന്ന് കഥ പറയുമ്പോഴേ വിവേകിന്റെ കഥ പറച്ചിലാണ് ഭയങ്കര രസം. ചേച്ചി കല്യാണി എന്ന് പറയുന്നത് ഭയങ്കര ഹസ്കി ആയിട്ട് സംസാരിക്കുള്ളൂ. ഇങ്ങനെ ടോണിലാണ് പറയുക. അത് നമ്മുടെ ഷൂട്ടിന് തൊട്ടുമ്പോൾ കല്യാണിയുടെ ബോഡി ലാംഗ്വേജ്, ബോഡി സ്ട്രക്ചർ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കല്യാണി എന്ന് പറയുന്നത് കുറച്ച് ബോൾഡായിട്ടുള്ള സ്ത്രീയാണ്. ഏതൊരു പുരുഷനും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അട്രാക്ഷനാണ്. അവരെ നോക്കി നിൽക്കും. പക്ഷെ കല്യാണി തിരിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ മുഖം താഴ്ത്തും. അതാണ് കല്യാണി. അപ്പോൾ ഇവർക്ക് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇവരുടെ കയ്യിലിരിപ്പ് അത്ര ഇതായതുകൊണ്ട് ആരും അടുക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ്റെ ബോൾനെസ് വരാനാണ് തോർത്തില്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞ തോർത്തില്ലെങ്കിൽ ബോൾനെസ് വരുമെന്ന്? അത് വൾഗറല്ലേ വരുള്ളൂ. അവസാനം പറഞ്ഞു തോർത്ത് തരാം വാ എന്ന് പറഞ്ഞതാ. അപ്പൊ അതെനിക്ക് പേഴ്സണൽ ഞാൻ തോർത്തിട്ടില്ലെങ്കിൽ അത് വൾഗാരിറ്റി വരുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു ബോഡി അല്ലല്ലോ നമുക്ക്. വിവേക് പറയും, ചേച്ചി ഷോൾഡർ ഇങ്ങനെ ഇരിക്കണം, തല കുറച്ച് ഇതായിരിക്കണം, ഷാർപ്പ് ഐസ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഓരോ ഷോട്ടിന് മുമ്പും വന്നിട്ട് വിവേക് മൈക്കിലൂടെ ആക്ഷൻ എന്ന് പറയാറില്ല. ഷോൾഡർ അപ്പ്, ഐസ് ഷാർപ്പ്, ഹെഡ് അപ്പ്, ഷാർപ്പ് ചേച്ചി, കല്യാണി എന്നേ വിളിക്കുള്ളൂ. അല്ലാതെ ആക്ഷൻ എന്ന് വിളിക്കില്ല, കല്യാണി എന്ന് വിളിക്കുള്ളൂ. അപ്പം ആ കല്യാണിയായിട്ട് മാറിപ്പോകുന്നതാണ്. അതിന്റെ പൂർണ്ണ അവകാശം ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്ട് ചെയ്തു, അത് ചെയ്യാൻ പറ്റി വിജയിപ്പിച്ചുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
ബാക്കിയെല്ലാം വിവേകിൻ്റെതാണ്. പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഞാൻ പിന്നെ പൊതുവെ എൻ്റെ ഒരു സ്വഭാവം, നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ഞാനായിട്ട് തന്നെ അങ്ങ് സങ്കല്പിക്കും. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ ആണെന്ന് സങ്കല്പിക്കും. സങ്കല്പിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ എനിക്ക് വന്നാൽ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇട്ടങ്ങ് നീറി നമ്മുടെ മനസ്സിലിട്ട് ഇതാക്കി കഴിയുമ്പോൾ ശരിക്കുള്ള പ്രോസസ് അത് നമുക്കറിയാതെ അങ്ങ് വന്നു. അതിപ്പോൾ സങ്കടമാണെങ്കിലും ഹാപ്പിനെസ് പൊതുവെ എനിക്കുണ്ടല്ലോ. അതങ്ങ് കോമഡി ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല, അതങ്ങ് വരും. കുട്ടിയമ്മ ശരിക്കും കുറച്ച് മോണോ ആക്ടിന്റെ ലെവലില് പാളിപ്പോവാൻ സാധ്യതയുള്ള ചില ഏരിയാസ് ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ അത് ത്രൂ ഔട്ട് നമുക്ക് ഒരു തരത്തിൽ പോലും അത് ക്യാരക്ടർ അല്ലാന്ന് തോന്നിയില്ല. ചേച്ചിയുടെ കാലിന്റെ വയ്പും ഒക്കെ ക്യാരക്ടർ അല്ലാന്ന് ഒരു സ്ഥലത്ത് തോന്നിയിട്ടില്ല. ഒരു ഫ്രെയിമിൽ പോലും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിൽ ആണത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയത്. അവിടെയും ഇതേപോലെ ചില സാധനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കോൺഷ്യസ്ലി നമ്മൾ കാലൊക്കെ ചേച്ചിയുടെ ആക്ഷനൊക്കെ അങ്ങനെ വെക്കണ്ടേ. അപ്പോൾ വെക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ ഇരിക്കണ്ടേ ഫുൾ ഷോട്ടിലും. അപ്പോൾ ഒരു കരുതൽ വേണം. കരുതുമ്പോൾ നമ്മൾ ഡയലോഗ്സ് ഉണ്ട്, അതേപോലെ തന്നെ അതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. ആ സ്പേസിലൊക്കെ അത് രസമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും രസിക്കില്ല. അപ്പം ഉള്ളിൽ എന്റർടൈൻ ചെയ്യണം ചേച്ചി. ആ ക്യാരക്ടർ ഇങ്ങനെ പോകുമ്പോഴും എന്റർടൈൻ ചെയ്യണം. ചിലപ്പോൾ ക്യാമറയിൽ ഈ പതിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ചിലപ്പോൾ കോൺഷ്യസ് ആയിരിക്കും, പക്ഷെ നമുക്കത് മനസ്സിലാവണില്ല. നമ്മൾ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. ആ പ്രോസസ്സ് എങ്ങനെയാ ചേച്ചി ആസ്വദിക്കും? ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. കോൺഷ്യസ് അല്ലാതെ ചെയ്ത 2 സിനിമയാണ്, ഒന്ന് ഹോമോ ഒന്ന് ഫാലിമി. ഞാൻ ഒട്ടും കോൺഷ്യസ് ആയിരുന്നില്ല. കോൺഷ്യസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടറിനെ കുറിച്ച് കോൺഷ്യസ് ആവും, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഫാലിമി എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടേ ഇല്ല. മീൻസ് അങ്ങനെ ഒരു അഭിനയം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതെല്ലാം ഒരു നിർജീവമായിരുന്നു. രമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ലൈഫിൽ ഒത്തിരി അനുഭവിക്കുകയോ എല്ലാം ചെയ്ത ഒരു നിർജീവമായിട്ടുള്ളൊരു ലേഡി ആയിരുന്നു. ഹോമിനെ സംബന്ധിച്ച് ഹോമും ഈ പറഞ്ഞ പോലെ അവരുടെ ചുറ്റുവട്ടം, അവരുടെ ഹസ്ബൻഡ്, അച്ഛൻ, മക്കള്, കുടുംബം, അതായിരുന്നു. അതിന് പറയുന്നുണ്ടല്ലോ നഴ്സിന്റെ ജോലി വരെ വേണ്ടാന്ന് വെച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കുടുംബം, ബന്ധങ്ങൾക്ക് വാല്യൂ ഉള്ളതുകൊണ്ടാണ് അച്ഛനെ മകൻ പറയുമ്പോൾ അവർ പൊട്ടിത്തെറിക്കുന്നത്. അതെല്ലാ വീട്ടിലും ഉള്ളതാണ്. അവർ തമ്മിൽ മുട്ടനടിയായിരിക്കും, അച്ഛനും അമ്മയും തമ്മിൽ. പക്ഷെ മക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തടാന്ന് പറയും. അതെൻ്റെ വീട്ടിലൊക്കെ നടക്കുന്നതാണ്. ഇപ്പം അച്ഛനും അമ്മയും കൂടെ മുട്ടനടിയാണെങ്കിലും എൻ്റെ ബ്രദറോ ആരെങ്കിലും എൻ്റെ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഒന്ന് ശബ്ദമുയർത്തിയാൽ അവരിൽ ഒരാൾ കയറി ഇടപെടും. അതെല്ലായിടത്തും കാണുന്ന. പിന്നെ കാലിൻ്റെ സംഭവം ആക്ച്വലി എൻ്റെ ലളിതാമ്മയ്ക്ക് കാലിൻ്റെ മുട്ടിൻ്റെ പ്രശ്നമുണ്ട്. ആ ലളിതാമ്മ നടക്കുന്ന എപ്പോഴും ഇങ്ങനെ ഒരു ഇതില്ല. സുജിത്തിന്റെ അമ്മയ്ക്ക് കാലിന് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പം ഈ സുജിത്തിന്റെ അമ്മയൊക്കെ ഞാനോട് ഭയങ്കര ക്ലോസ് ആണ്. ഇപ്പോഴും വളരെയധികം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ കാല് വെച്ചിട്ട് അമ്മ എപ്പോഴും എന്ന് പറഞ്ഞിങ്ങനെ നമുക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും. അത് നമ്മളിങ്ങനെ കൊടുക്കുന്നതാണ്. ഈ മുട്ടുകാലം വെച്ച് ഇതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ ജോലി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ആ അമ്മയും എൻ്റെ അമ്മയും എല്ലാവരും. അതൊന്നും ആ കാലുവേദന വെച്ച് നമ്മുടെ അമ്മമാരൊക്കെ എന്ത് വേദന ഉണ്ടെങ്കിലും എന്നിട്ട് ഈ ജോലി എല്ലാം കഴിഞ്ഞിരുന്നിട്ടൊരു ഇത് പറച്ചിലുണ്ട്, ഇവിടെ പണിയെടുക്കാനാണോ, അയ്യോ ഒരുത്തനും ഇല്ല സഹായിക്കാൻ. അങ്ങനെ പിറ്റേ ദിവസവും ഈ വേദന വെച്ച് ഇവര് ജോലി എടുക്കും. അതാണ് അമ്മമാര്. അതായിരുന്നു കുട്ടിയമ്മ.